ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലോട്ട് ഇടാനായിട്ട് കായും പച്ച തക്കാളിയും 2 പച്ചമുളകും പിന്നെ വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനങ്ങ കുറച്ചും പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6-7 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1.25 സ്പൂണോളം മുളക് പൊടി വേണം. അതിനുശേഷം ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് തന്നെ മതി കേട്ടോ ഉണക്കമീൻ കറി വെക്കുമ്പോഴത്തേക്ക്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന ഉണക്കമീനിലോട്ട് നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കലക്കി എടുത്ത് വെക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് അരപ്പ് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അതിനുശേഷം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള കായും തക്കാളിയും വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ നമ്മുടെ മുരിങ്ങക്കായ ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. മുരിങ്ങക്ക ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ ഇടാനെ കൊണ്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ മുരിങ്ങക്കയും കൂടി ഇട്ട് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി ആവശ്യത്തിന് ഉപ്പെന്ന് വെച്ചാൽ ഇത് നല്ല ഉപ്പുള്ളതുകൊണ്ട് ഒരു ശകലം ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ആവശ്യം വരില്ലേ. ഞാനതിൻ്റെ ശകലം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അരപ്പിലും കൂടെ പിടിക്കാനെ കൊണ്ട് ഒരു ശകലം ഇട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കാമല്ലോ. പിന്നെ നമുക്കൊരു അടുപ്പിലോട്ട് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇടയ്ക്കൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരാനെ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ വെക്കുമ്പോഴത്തേക്ക് ഉണക്കമീൻ കറി വെക്കുമ്പോഴത്തേക്ക് കടു വറുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് കടു വറുത്ത് നോക്കിയതാണ്. അപ്പോൾ ഞാനിത് കടുവും കൂടെ വറുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് കടു വറുക്കാതെ ഉണക്കമീൻ പച്ചക്ക് ഇങ്ങനെ കറി വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉണക്കമീൻ ഇങ്ങനെ കടുവറുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പം ഞാൻ അങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് കടുക് വറുക്കാതെ പച്ചയ്ക്ക് ഇങ്ങനെ കറി വെക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പച്ചമീനാണെങ്കിൽ കടുവറുത്താൽ കുഴപ്പമില്ല, പക്ഷേ ഇത് അത്ര എനിക്ക് ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം പച്ചയ്ക്ക് വെക്കുന്നതാണ് കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കടുവൊക്കെ വറുത്ത് ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെയാണോ വെക്കാറ്? കടുവറുത്താണോ വെക്കാറ്? ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കടുവറുത്ത്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് എന്നാലും കൂടുതൽ ഇഷ്ടം മറ്റേതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.